السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العظيم. تحادوا تحابوا كما قال رسول الله صلى الله عليه وسلم. لا تبديل لسنة الله. قال الله عز وجل. ബഹുമാനം നിറഞ്ഞ ഫിഖ്ഹ് മസല ക്ലാസ് റൂമിലെ ബഹുമാനികളായ അഡ്മിൻ ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട അഡ്മിൻസ്, അതുപോലെ നമ്മോട് അടുത്ത് ഇടപഴകിക്കൊണ്ട് തന്നെ ഒരു മാലയിലെ മണികളെപ്പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് ഗ്രൂപ്പിലെ അഡ്മിൻസ്, സുആൽ ജവാബ്, അതുപോലെ തന്നെ ലേഡീസ് ഗ്രൂപ്പിലെ അഡ്മിന്മാരുണ്ട്, അതുപോലെ പുല്ലാര ഹിദായക്കൂട്ടം, ഇസ്ലാമിക് സെന്റർ, മദീന മുനവ്വറ, ഹുബ്ബുൻ നബി മജ്ലിസ്, ഇങ്ങനെ ഒരു മാലയിലെ മണികളെപ്പോലെ ഒരുമിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവർത്തന മേഖലയിൽ നിരതരായിരിക്കുന്ന, ദീനി ദഅവത്തിന്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി പ്രവർത്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അഡ്മിൻസ്, അതിനുമപ്പുറം നമ്മുടെ ഗ്രൂപ്പില് സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന നമ്മുടെ മെമ്പേഴ്സ്, പ്രത്യേകിച്ച് മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെയും നമ്മുടെ വോയിസുകളെയും നമ്മുടെ മസാലകളെയും എത്തിച്ചുകൊണ്ട് ദീനി ദഅവത്തിൽ പങ്കാളിത്തം സ്ഥാപിക്കുന്ന ഒട്ടനവധി സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, എല്ലാം അറിയാൻ കഴിയാറുണ്ട്. എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഫെബ്രുവരി 14, 14ാമത്തെ ദിനമാണ്. ഏകദേശം 2 ദിവസം 3 ദിവസം മുമ്പ് തന്നെ എന്റെ ഫിഖ്ഹ് മസല ക്ലാസ് റൂം അഡ്മിൻസ് എന്നെ ഓർമ്മപ്പെടുത്തി. ബട്ട് നാട്ടിലായതുകൊണ്ടും പല കാര്യങ്ങളിലും ഇടപഴകാൻ സമയം തികയാതെ വന്നതിന്റെ പേരിലും ഉദ്ദേശിച്ച സമയത്ത് നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ വിഷയത്തിൽ കഴിഞ്ഞില്ല എന്നത് നിങ്ങളോട് ഉണർത്തുകയാണ്. എങ്കിലും ഈ ഒരു ദിനത്തെക്കുറിച്ച് 1-2 വാക്കുകൾ സംസാരിക്കണമെന്ന ആവശ്യം പരിഗണക്കെടുത്തിട്ടുണ്ട് എന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഉണർത്തിയ ഒരായത്തിന്, അതെന്താണെന്നറിയുമോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു മതം അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതൊന്നു മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പാടില്ല. ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ആരെങ്കിലും ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ആശയത്തെ, ആദർശത്തെ, മതത്തെ തേടിയിട്ടുണ്ടെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. അതിൽ നിന്ന് അത് തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കുകയില്ല എന്ന വളരെ വ്യക്തമായ ഭാഷയിൽ, തുറന്ന ഭാഷയിൽ നമുക്ക് പാഠം നൽകിയിരിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചിന്ത നമുക്ക് ആവശ്യം വന്നു എന്ന് തോന്നുന്നില്ലേ? കഴിഞ്ഞ പോയ അംബിയാക്കൾ, അവസാനത്തെ കണ്ണിയായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ,
ആ പ്രവാചകൻ വരെ ഇവിടെ ദീനി ദഅവത്ത് മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച അള്ളാഹുവിന്റെ അംബിയാക്കൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നാം പറയാറുണ്ട് യഹൂദമതം, ജൂതമതം, അല്ലെങ്കിൽ ക്രിസ്തീയ മതം എന്നൊക്കെ. വാസ്തവത്തിൽ അങ്ങനെ ഒരു മതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ച് തന്നിട്ട് ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു വളരെ വ്യക്തമാക്കി തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായിട്ടുള്ള മതം അത് ഇസ്ലാം ദീൻ മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന അടിസ്ഥാനപരമായ കാര്യമെന്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ കഴിഞ്ഞു പോയ അംബിയാക്കൾ മുഴുവനും പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള സകല അംബിയാക്കളും ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരേ ഒരാശയം അത് ദീൻ മാത്രമാണ്. അള്ളാഹുവിന്റെ ദീൻ, അതൊരൊറ്റ ദീൻ, ദീനുൽ ഇസ്ലാം, അതൊന്ന് മാത്രമാണ്. ആ തൗഹീദ് മാത്രമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എങ്കിൽ പിന്നെ മറ്റുള്ള പ്രവാചകന്മാരുടെ ശരീഅത്തിലൊക്കെ ചില മാറ്റങ്ങൾ, ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കപ്പെടേണ്ടത്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ രീതിയും ശൈലിയും പ്രബോധനവും എല്ലാം പഠിക്കാൻ നാം ഒരുങ്ങുമ്പോൾ നമുക്കറിയാൻ കഴിയും, ദീനിൽ നിന്നുകൊണ്ടിട്ടുള്ള ഒരു ആശയമോ ആദർശമോ അല്ലാത്ത, ഒരു ആചാരമോ അല്ലാത്ത ഒരു കാര്യം ഒരിക്കലും ആ അംബിയാക്കൾ നമുക്ക് പാഠം നൽകിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ ഇവിടെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് തഹരീഫ് തബ്ദീൽ ചെയ്തുകൊണ്ടുള്ള ഒരാശയം മാത്രമാണ് എന്ന് വളരെ വ്യക്തവുമാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ദിനങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ നാം ഒന്ന് ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നാം നമ്മുടെ മറ്റുള്ള ഭാഗങ്ങളെ നാം സ്പർശിക്കേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വസിച്ചതായ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനക്ക് തഖ്വ ചെയ്യുക. ഹഖ തുഖാത്തിഹി എന്നാണ് പറഞ്ഞത്. ആ തഖ്വ ചെയ്യേണ്ടത് പ്രകാരം ചെയ്യേണ്ടിയിരിക്കുന്നു. വലാ തമൂതുന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഇവിടെ പറയാൻ പാടില്ല. നമുക്ക് ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം ഇവിടെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധമായ നമുക്കറിയാം, 2 പെരുന്നാൾ ഇവിടെ വരുന്നു. ഇത് അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ലാ തബ്ദീല ലിസുന്നത്തില്ലാഹ്. അള്ളാഹു കാണിച്ചു തന്ന ഒരു ചര്യക്ക് അത് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്നും അതേപോലെ തന്നെയാണ്. അതാണ് നമ്മുടെ പെരുന്നാൾ. അത് നമുക്ക് അംഗീകരിക്കപ്പെടാനോ സ്വീകരിക്കാനോ മുഖ്യം നമുക്കുണ്ടാവാൻ പാടില്ല. ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്കറിയാം, ഓരോ ദിനത്തിന്റെ പ്രത്യേകത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അറഫാ ദിനത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആശൂറ ദിനത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, താസുആനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, മുഹറത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനേറെ ഓരോ ആഴ്ചയിലും മടങ്ങി വരുന്ന വെള്ളിയാഴ്ച ജുമയെ കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യോദിച്ച ദിനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതയുള്ള ശ്രേഷ്ഠതയുള്ള ആ ദിനം അത് പരിശുദ്ധ വെള്ളിയാഴ്ച ദിവസമാണ് എന്ന്. ഇങ്ങനെ നമുക്ക് ആചാരമായി അനുഷ്ഠിക്കാനുള്ള സകല കാര്യങ്ങളും വളരെ വ്യക്തമായ ഭാഷയിലും വ്യക്തമായ ശൈലിയിലും വ്യക്തമായ നയത്തോടും കൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അപ്പുറത്തേക്ക് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പാത തെറ്റിച്ചുകൊണ്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ ഒരിക്കലും നമുക്ക് അനുവാദവുമില്ല. മാത്രവുമല്ല, അള്ളാഹു ആദരിക്കപ്പെടാൻ പറഞ്ഞ വസ്തുക്കളെ ആദരിക്കാൻ വേണ്ടിയും നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം, അത് തഖ്വയുടെ വഴിയാണ്, അത് തഖ്വയിൽ പെട്ടതാണ് എന്ന് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ. അപ്പോൾ കഅബ ഷരീഫിനെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കടമയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്തുകൊണ്ട് അവിടെ അതിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ നാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ആ പ്രവാചകന്റെ പ്രബോധനം നടന്ന മദീന ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. മദീന നിവാസികളെ ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. അൻസ്വാരികളോടുള്ള ഹുബ് ഈമാനിന്റെ വാശമാണ് എന്ന് ബുഖാരി ഷരീഫിലെ ഹദീസ് കൊണ്ട് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിലൂടെ നാം കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ ആലോചിച്ചു നോക്കണം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് തഹരീഫ് തബ്ദീൽ ചെയ്തുകൊണ്ടുള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ
ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിലേക്ക്, അത് അന്താരാഷ്ട്ര കാര്യമായാലും അല്ലാത്തതാണെങ്കിലും നാം അതിനെ അതിൻ്റെതായ രീതിയിലേ കാണാൻ സാധിക്കേണ്ടത്. അതിൻ്റെതായ രീതിയിലാണ് നാം അതിനെ കാണേണ്ടത്. എന്തുകൊണ്ട് വാലന്റ് ഡേ, കമിതാക്കളുടെ ദിനം എന്നറിയപ്പെടുന്ന ഒരു ദിനമായിട്ട് നാം ഇന്നത്തെ ദിവസത്തെ ആരോ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്നു. എങ്കിൽ നമുക്ക് എതിർപ്പിന്റെ സ്വരമല്ല, പക്ഷെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് അടിയുറച്ചുകൊണ്ട് കാര്യങ്ങളെ വസ്തുതാപരമായി കാണേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, പകർത്തേണ്ടതുണ്ട്. ഇത് പറയലും അത് പറഞ്ഞു കൊടുക്കലും അതിനെ പ്രചരിപ്പിക്കേണ്ടതും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിന്റെ ദീനെ പഠിച്ച പണ്ഡിതന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു വേദിയിൽ അല്ലെ ഇങ്ങനെയുള്ള ഒരു സമയം ഇതിനു വേണ്ടി 2 വാക്ക് പറയാൻ നാം സമയം കണ്ടെത്തിയത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വമൻ യുഅള്ളിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഇതൊക്കെ നമുക്ക് പാഠം നൽകിയതാണ്. പിന്നെ ഒരു വിശ്വാസി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു പാഠം പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ പുണ്യപ്രവാചകൻ തന്നിട്ടുണ്ട്. ആലോചിച്ചു നോക്ക്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്നേഹത്തിന്റെ പ്രകടനം നടത്താൻ ഭൂമി ലോകത്ത് ഒരാളെ കൊണ്ടും സാധ്യവുമല്ല, അത് പ്രചരിപ്പിക്കാനും സാധ്യമല്ല, ഒരു പ്രത്യയശാസ്ത്രം പറഞ്ഞു കൊടുക്കാനും സാധ്യമല്ല. അള്ളാഹുന്റെ റസൂൽ പറഞ്ഞ എന്താ? അൽ മുഅ്മിനു ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കൽബുനിയാൻ, ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദ, അതിന്റെ ചില ഭാഗം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഒരു വീടെടുക്കുമ്പോൾ അവിടെ കല്ല് വെച്ചുകൊണ്ട് നമ്മൾ പടുത്തുയർത്തുകയാണ്. ഓരോ കല്ലിനെ ശക്തിപ്പെടുത്തുന്നു എന്ന ആശയം നമുക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? എന്നതുപോലെയുള്ള ബന്ധമാണ് ഒരു മുഅ്മിനുമായിട്ടുള്ളത് എന്ന് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭാഷ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നാം ഒരു മുഅ്മിനുമായിട്ട് ബന്ധപ്പെടേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു ഫി ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സഹോദരനെ സഹായിക്കുന്ന വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എപ്പോഴെല്ലാം ആ അബ്ദ് തന്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം. ആലോചിച്ചു നോക്കൂ. അപ്പോൾ ഒരു സഹോദരൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും, എങ്ങനെയാണ് സഹവർത്തിക്കേണ്ടത് എന്നും, എങ്ങനെയാണ് ഒരു സഹജീവിയാവേണ്ടത് എന്നും, എങ്ങനെയാണ് അവന്റെ സ്നേഹവും അവന്റെ ഉള്ളിലുള്ള പ്രകടമാക്കേണ്ടുന്ന സ്നേഹം എങ്ങനെയാണ് അവനോട് പങ്കുവെക്കേണ്ടതും എന്നും ഒക്കെയും വളരെ വ്യക്തമായ ഭാഷയിൽ നമുക്ക് പാഠം നൽകിയിരിക്കുകയാണ്. എങ്കിൽ പിന്നെ എവിടെന്നോ കടമെടുത്തുകൊണ്ട് താരീഫ് തബ്ദീൽ ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര ദിനമായി ആചരിക്കണമെന്ന് പറയുന്നുണ്ട് എങ്കിൽ നാം ആ ഭാഗത്തേക്കല്ല ചിന്തിക്കേണ്ടത്. നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ആശയാദർശ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പാതയാണ്. ആ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, തഹാദു തഹാബു. ഇവിടെ ഹദിയ കൊടുക്കണ്ട, ഗിഫ്റ്റ് കൊടുക്കണ്ട എന്ന ആശയം ആരും പറഞ്ഞില്ല. അതിനെ ആദ്യമായിട്ട് പഠിപ്പിച്ചു തന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്താണ് പറഞ്ഞത്? തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം ഹദിയ ചെയ്യുകയും കൊടുക്കുകയും നിങ്ങൾ പരസ്പരം സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുകയും വേണം. അത് ഹലാലായ രീതിയിലും ആയിരിക്കണം, ഹറാമായ മാർഗത്തിലൂടെ ആവാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഭർത്താവിന് ഭാര്യയ്ക്ക് കൊടുക്കാം, മക്കൾക്ക് കൊടുക്കാം, രക്ഷിതാക്കൾക്ക് കൊടുക്കാം, സഹോദരന് കൊടുക്കാം, അയൽവാസിക്ക് കൊടുക്കാം, നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകന് കൊടുക്കാം, നമുക്ക് വേണ്ടി സഹകരിച്ച, നമ്മുടെ പഠനത്തിന് വേണ്ടി സഹകരിച്ച ആളുകൾക്ക് കൊടുക്കാം. എല്ലാം വിശാലമായിട്ട് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭാഷ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങുമിങ്ങും ഇസ്ലാം അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയാദർശ മൂല്യങ്ങളിൽ ഒതുങ്ങി നിൽക്കാത്ത, എവിടെന്നോ കടമെടുത്തുകൊണ്ട് ഇസ്ലാമിനെ തഹരീഫ് തബ്ദീൽ ചെയ്തുകൊണ്ടുള്ള ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് ലോകമെമ്പാടും ഒരാഘോഷം നടക്കുന്നു എങ്കിൽ അവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ ബേസിക് ഉണ്ടോ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് തെറിച്ചു പോകുന്നുണ്ടോ എന്ന് ആദ്യം നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു അന്യ പെണ്ണിന്, അല്ലെങ്കിൽ അതുപോലെ ഞാൻ വിശദീകരിക്കുന്നില്ല, അവിടെ കൊടുത്തുകൊണ്ടുള്ളൊരു സ്നേഹപ്രകടനവും ഗിഫ്റ്റും നടത്താൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമായിട്ടുള്ള രീതി സ്വീകരിക്കപ്പെടുമ്പോഴും പരിശുദ്ധ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കണം. നമുക്കറിയാം, ഒരു അന്യ ആണും പെണ്ണുമായി നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ
സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പാതയിലേക്ക് വരേണ്ടത് എപ്പോഴാണ്? പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇലാ ആഖിറിൽ ആയ. വമിൻ ആയാതിഹി എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾ ഖലഖലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾ കീടങ്ങളെ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ആയത്ത് ഇങ്ങനെ വന്ന് നമ്മൾ പഠിപ്പിക്കുന്നു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ സ്നേഹവും റഹ്മത്തും അല്ലാഹു ഉണ്ടാക്കി എന്നാണ്. അപ്പോൾ ചിന്തിക്കപ്പെടേണ്ടത് എപ്പോഴാണ് ആ സ്നേഹപ്രകടനം വേണ്ടത്? എപ്പോഴാണ് ആ ഹദിയ കൊടുക്കാൻ നമ്മോട് പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അത് വിവാഹത്തിന് ശേഷമാണ്. അവിടെയാണ് സ്നേഹവും അവിടെയാണ് ഹദിയയും കൊടുക്കാൻ നമുക്ക് പ്രേരണ തന്നിട്ടുള്ളത്. അപ്പോഴാണ് ഒരു അതുവരെയും അന്യരായി തീർന്നവർ ഒരുമിച്ചുകൊണ്ട് ഇണക്കിണികളായി തീർന്നപ്പോൾ അവർക്ക് ഹദിയ കൊടുക്കാൻ വേണ്ടി പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പാഠം നൽകിയിട്ടുണ്ട്. ഈ ഒരു ആശയമല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു ആശയം നമുക്ക് അന്യമാണ്. നമുക്കത് സ്വീകരിക്കാൻ നമുക്ക് ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടില്ല. വളരെ കുട്ടുങ്ങിയ രീതിയിലോ അല്ലെങ്കിൽ സങ്കുചിതമായോ ചിന്തിക്കപ്പെടേണ്ടുന്ന വിഷയമല്ല, വിശാലമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. അപ്പോൾ ഇന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തോടുകൂടെ സജ്ജരാകുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിൽ നമുക്ക് മാറി നിൽക്കുന്ന രീതി വരുന്നോ എന്ന് കാത്തു സൂക്ഷിക്കേണ്ടുന്ന ബാധ്യത നമുക്കുണ്ട്. എപ്പോഴും അതുണ്ട്. അതാണ് നാം ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു എങ്കിൽ നിങ്ങൾ അതിന്റെ പിന്നാലെ അണിനിരക്കാനല്ല നമ്മോട് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് മനസ്സിലാക്കണം. അന്യര് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ പ്രവർത്തന മേഖലകള്, അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് അതെന്താണെങ്കിലും അവിടെ ഈമാനികമായി ഇസ്ലാമികമായി പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം കാണിച്ചു തന്ന വഴിയിൽ നിന്നും വ്യതിചലിച്ചതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തഖൂലു റാഇനാ വഖൂലു ഉൻദുർനാ. നിങ്ങൾ റാഇന എന്നുള്ള പദം പറയരുത്, നിങ്ങൾ ഉൻദുർന എന്നുള്ള പദം പറയണമെന്ന്. എന്താണ് ഇതിന്റെ അർത്ഥം? നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തിരുന്ന മറ്റു ആശയക്കാര് അവരുടെ ഭാഷ പ്രയോഗിക്കപ്പെട്ടപ്പോൾ ആ ലഫ്ള്, ആ വാചകത്തിൽ തന്നെ നിങ്ങൾ എതിർ ചെയ്യണമെന്ന പ്രഖ്യാപനമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പിച്ചതെങ്കിൽ ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ഇസ്ലാമിന് അന്യമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ലോകമല്ല, അതിനപ്പുറത്തേക്കും ഈ ലോകം പടച്ച റബ്ബിന്റെ മുമ്പിൽ ഈ ലോകത്ത് ആരെങ്കിലും ഒരു അന്താരാഷ്ട്ര കാര്യമായി എന്ന് പറഞ്ഞാൽ അത് ഒന്നുമല്ല, അത് ചെറുവിരലിനോളം വലിപ്പവുമില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കുണ്ടാവണമെന്ന് ചെറിയ വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. ചിന്തിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമ്മിൽ നിന്ന് എല്ലായ്പ്പോഴും ഓരോ സെക്കൻഡിലും മാനിലും മനസ്സിലും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.